ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ അൺസർട്ടനിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് വലിയ വലിയ മാറ്റങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഒരു പിടി മികച്ച വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കി. എന്നിട്ട് നിലവാരം കുറഞ്ഞ താരങ്ങളെ കൊണ്ടുവന്നു. അത് വലിയ ഒരു തിരിച്ചടി ഏൽപ്പിച്ചു. ബ്ലാസ്റ്റേഴ്സ് വളരെ പരിതാപകരമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി ഇതിലും അവർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആകെ പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഫാൻ അഡ്വൈസറി ബോർഡിന്റെ യോഗത്തിൽ സ്കിൻകിസ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് അൺസർട്ടനിറ്റി കാരണം 4 ടീമുകൾ മാത്രമാണ് പിടിച്ചു നിന്നത്, ബാക്കിയുള്ള എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സ്കിൻകിസിന്റെ ഒരു വിശദീകരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ISL സീസണിൽ നോർമലായി കളിക്കുന്നത് 4 ക്ലബ്ബുകൾ മാത്രമാണ്. ജംഷഡ്പൂർ, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഈ 4 ടീമുകൾ മാത്രമാണ് സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട്. ചില ക്ലബ്ബുകൾ കൂടുതലായി നടത്തി, ചില ക്ലബ്ബുകൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി. ഇതാണ് സ്കിൻകിസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഒരു വിശദീകരണം ഒന്നും തൃപ്തമല്ല. കാരണം ബ്ലാസ്റ്റേഴ്സിനേക്കാൾ വരുമാനം കുറവുള്ള ഒരുപാട് ടീമുകൾ അവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നുണ്ട്, നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ട്. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് മോശമായിട്ടുള്ളത്. നിലവാരം കുറഞ്ഞ, സാലറി പോലും വേണ്ടാത്ത താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയായിരുന്നു. ഈ അൺസർട്ടനിറ്റി മറയാക്കിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വലിയ രൂപത്തിലുള്ള ഒരു സ്കാം തന്നെയാണ് നടത്തിയത് എന്ന് പറയേണ്ടി വരും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.